السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാ, നീ ഹസിലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ചവർ ദുആ വസിയ്യത്തുകൾ, വാട്സപ്പിലേക്ക് ദുആ വസിയ്യത്തുകൾ അറിയിച്ചവർ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിൽ കണ്ട് ദുആ വസിയ്യത്തുകൾ അറിയിക്കുന്നവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്, നീ പരിപൂർണ നിലക്ക് നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ പൂവണിയിച്ചു കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്നവർ, ഇഷ്ടം വെക്കുന്നവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഇതിൻ്റെ പ്രചാരകർ, ഈ മജ്ലിസിന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് തക്കതായ പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, തക്കതായ പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇരു വീട്ടിലും നീ വിജയം അവർക്ക് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൻ്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരെ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ച് കൊടുക്കണേ അല്ലാഹ്, അവരെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ, സയ്യിദിയ മജ്ലിസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സൂറത്തിനെ പറ്റിയാണ്. എല്ലാവരും ഓതുന്ന, നിത്യം പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്ത്, എല്ലാവരും എപ്പോഴും ഓതുന്ന ചെറിയ സൂറത്താണ്. ആ സൂറത്തിൻ്റെ മഹത്വങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആ സൂറത്തെങ്ങാനും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന 11 തരം നേട്ടങ്ങൾ. ഈ സൂറത്തെങ്ങാനും ഒരാൾ പതിവായി പാരായണം ചെയ്താൽ അവർക്ക് കിട്ടുന്ന 11 തരം നേട്ടങ്ങൾ. എല്ലാവരും ഓതുന്നതാണ്, പക്ഷെ അതിൻ്റെ നേട്ടങ്ങളും, ഇത് ഓതിയാൽ, ഈ സൂറത്ത് ഓതിയാൽ എന്ത് ഗുണമാണ് ഞങ്ങൾക്ക് ലഭിക്കുക, ഏതെല്ലാം സമയങ്ങളിൽ ഇത് ഓതാം, ഇത് ഓതിയാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം എന്നാർക്കും അറിയില്ല. എല്ലാവരും ഓതുന്നതാണ്, പക്ഷേ അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് മുഴുവനായി ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണും. അല്ലാഹു തൗഫീഖ് ഞങ്ങൾക്കാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. 11 തരം നേട്ടങ്ങളാണ് ഇത് ഓതിയാൽ. ഈ സൂറത്തെങ്ങാനും ഓതിയാൽ അവനക്ക് കിട്ടുന്ന 11 തരം നേട്ടങ്ങൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് കിതാബുകളിലൂടെ ഖവാസുൽ ഖുർആൻ എന്ന ഖുർആനിൻ്റെ മഹത്വങ്ങൾ പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ പറഞ്ഞ ഈ സൂറത്തിനെ പറ്റി പറഞ്ഞ മഹത്വങ്ങളാണ് 11 തരം നേട്ടങ്ങൾ. ഇത് ഓതിയാൽ കിട്ടുന്ന 11 തരം നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ സയ്യിദിയ മജ്ലിസിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് ബുക്ക് ചെയ്യാനുള്ള ആളുകൾ, ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത് ചോദിക്കുന്ന ആളുകളോട്, ഇനി ശനിയാഴ്ച, വരുന്ന ശനിയാഴ്ചയാണ് കൺസൾട്ടിംഗ് ഉള്ളത്. വരുന്ന ആളുകൾ
കൺസൾട്ടിങ്ങിനായി വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കാം. കാരണം ബുക്ക് ചെയ്യാതെ ആരും വരരുത്. കാരണം ഇവിടെ വരുമ്പോഴേക്കും നിങ്ങൾ പല ദൂരഭാഗങ്ങളിൽ നിന്നായിരിക്കും വരിക. ഇവിടെ വരുമ്പോഴേക്കും ബുക്കിംഗ് കൂടിയിട്ടുണ്ടാകും, ബുക്കിംഗ് ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്യാതെ വന്നാൽ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉറപ്പ് വരുത്തിയിട്ട് വരും. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സകലമാന പ്രയാസങ്ങൾ അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാഹ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞു, ഇടങ്ങേറുകൾ പറഞ്ഞു, വേവലാതികൾ പറഞ്ഞു, സങ്കട കണ്ണീരുകൾ പറഞ്ഞു എന്നെ സമീപിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഉപ്പാപ്പമാരുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ, അവരെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരെ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നിഅമത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ് ആ സൂറത്ത്, ഏതാണ് ആ സൂറത്ത്, ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ എല്ലാ സൂറത്തുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 94-ാമത്തെ അധ്യായം ഏതാണ് അധ്യായം? സൂറത്തു ശറഇന്റെ ഓരോരോ ക്ലാസ്സുകൾ നമ്മൾ മുൻകഴിഞ്ഞ മജ്ലിസിൽ പറഞ്ഞിരുന്നു. അതുകൂടാതെ സൂറത്തു ശറഇന്റെ മഹത്വങ്ങളാണ്, 11 നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ സാഹചര്യത്തിൽ സൂറത്തു ശറഹ് ഓതാം? സൂറത്തു ശറഹ് ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിന് വലിയ സമാധാനം കൊടുത്ത സൂറത്താണ് സൂറത്തു ശറഹ്. ഹബീബായ തങ്ങൾക്ക് വലിയ മനസ്സിന് വലിയ ശാന്തത കൊടുത്ത, മനസ്സിന് വലിയ സമാധാനം കൊടുത്ത സൂറത്താണ് സൂറത്തു ശറഹ്. ഖവാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മഹത്വങ്ങൾ പറയുന്ന കിതാബിൽ അതിൻ്റെ 11 നേട്ടങ്ങൾ പറയുന്നതായിട്ട് കാണാം. സൂറത്തു ശറഇൻ്റെ 11 നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സൂറത്തു ശറഹ് ഓതിയാൽ ഒരാൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, ഒരാൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൂറത്തു ശറഹ് ഓതിയാൽ വമൻ ദവാമ അലാ ഖിറാഅതിഹാ അഖിബസ്സലാത്തി അൽ ഖംസ്, ആരെങ്കിലും 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം സൂറത്തു ശറഇനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ റസഖഹുല്ലാഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് അല്ലാഹു തുറന്നിട്ട് നൽകും, വിശാലമാക്കി തരും. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു റിസ്ക് വിശാലമാക്കി തരും. റിസ്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വെള്ളം, പാർപ്പിടം, ജോലി, സമ്പത്ത് എല്ലാം റിസ്കിൽപ്പെടും. ഭക്ഷണം, ജോലി, സമ്പത്ത്, നിനക്ക് കിട്ടുന്ന സമ്പത്ത് എല്ലാം അത് റിസ്കിൽപ്പെടും. റിസ്ക്കാണ് ഭക്ഷണം. അതെല്ലാം അല്ലാഹു അതിൻ്റെ മാർഗങ്ങൾ എളുപ്പമാക്കി തരും. എപ്രകാരം ഓതണം? എല്ലാ 5 വഖ്ത് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഈ സൂറത്തു ശറഇനെ പാരായണം ചെയ്താൽ റസഖഹുല്ലാഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിന്റെ റിസ്കിനെ അല്ലാഹു വിശാലമാക്കി നൽകും. അതുമാത്രമാണോ? യസ്റഉല്ലാഹു അംറൻ, അല്ലാഹു അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി നൽകും. അവൻ എന്ത് കുടുക്കിൽപ്പെട്ടതാണെങ്കിലും, എന്ത് പ്രയാസത്തിൽപ്പെട്ടതാണെങ്കിലും, എന്ത് നെരുക്കത്തിൽപ്പെട്ടതാണെങ്കിലും അതൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. സിഹറിനാൽ പ്രയാസപ്പെടുന്നവര്, കണ്ണേറിനാൽ പ്രയാസപ്പെടുന്നത്, പൈശാചികമായ പലതരത്തിലുള്ള ഉപദ്രവത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അതിനൊക്കെ വലിയ മുക്തത അല്ലാഹു നൽകും.
ഏത് സൂറത്ത് ഓതിയാൽ? സൂറത്തു ശറ. എല്ലാ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ഓരോരോ പ്രാവശ്യം സൂറത്തു ശറ ഓതി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അള്ളാഹു അവനക്ക് നൽകും. അതുമാത്രമല്ല 11 നേട്ടങ്ങളും അള്ളാഹു നൽകും. ഒന്നാമതായിട്ട് അള്ളാഹു നൽകുന്നത് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ നൽകൂല. സൂറത്തു ശറ പതിവായി ഓതുന്നവനക്ക് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ, തലകുനിക്കേണ്ട അവസ്ഥ, മുട്ടുമടക്കേണ്ട അവസ്ഥ അള്ളാഹു അവനക്ക് നൽകില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെച്ചതായി, രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ആരുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ അള്ളാഹു അവനിക്ക് നൽകില്ല. അപ്പൊ എന്താകും? അള്ളാഹു സമ്പത്ത് അവനിക്ക് നൽകും. സമ്പത്ത് നൽകി കഴിഞ്ഞാൽ ഒരാളുടെ മുന്നിൽ നമുക്ക് കൈനീട്ടേണ്ട അവസ്ഥ വരില്ല. എൻ്റെ മുത്തമിനിങ്ങളെ, അതുകൊണ്ട് സൂറത്ത് ശറഇനെ നീ പാരായണം ചെയ്യും. രണ്ടാമതായിട്ട് ഫർള് നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും സൂറത്തു ശറ പാരായണം ചെയ്താൽ അവനക്ക് സാമ്പത്തിക ഉന്നതി അള്ളാഹു നൽകും. സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു അവനക്ക് നൽകും. സമ്പത്ത് അള്ളാഹു അവനക്ക് നൽകും. ഹലാലായ മാർഗത്തിലുള്ള സമ്പത്ത് അള്ളാഹു നൽകും. ചിലർ പറയാറുണ്ട്, തങ്ങളെ എനിക്ക് കുറച്ച് സാലറി ഉള്ളെങ്കിലും, കുറച്ച് സാലറി അതായത് ശമ്പളം എനിക്കുള്ളൂ, കുറച്ച് ശമ്പളത്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്, പക്ഷേ എൻ്റെ അദ്കാറുകളും ദിക്റുകളും ഞാൻ സൂറത്ത് ശറഇനെ ഞാൻ പാരായണം ചെയ്യാറുണ്ട്, മറ്റുള്ള സൂറത്തൊക്കെ ഞാൻ ഓതാറുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് സാലറി ഉള്ളെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഗൾഫിൽ പ്രവാസിയായവന് വീട് വെച്ചിട്ടില്ലെങ്കിലും ഞാൻ ഈ നാട്ടിൽ നിന്ന് കുറച്ച് സാലറി വാങ്ങുന്ന ഞാൻ ഇവിടെ വീട് വെച്ചു, എനിക്ക് കുറച്ച് തുച്ഛമായ സാലറി ഉള്ളൂ, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു നീങ്ങുന്നുണ്ട്. അതാണ് പറയുന്നത് സമ്പത്തിൽ ബർക്കത്ത്. ഹലാലായ സമ്പത്ത് നമ്മിൽ വന്നു ചേർന്നാൽ ചെറിയ സാലറി ഉള്ളെങ്കിലും, തുച്ഛമായ സാലറി മാത്രമുള്ളെങ്കിലും, പക്ഷേ അവനക്ക് എല്ലാം അള്ളാഹു നൽകും. അതിലൊരു ബർക്കത്ത് ഉണ്ടാകും. ബർക്കത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവനക്ക് വീടുണ്ടാകും. അവൻ്റെ എല്ലാ കാര്യത്തിലും അവൻ്റെ റിസ്ക്കിൽ അള്ളാഹു ബറക്കത്ത് നൽകിയാൽ അവനക്ക് അവൻ്റെ ഭവനം, അവൻ്റെ വസ്ത്രം, അവൻ്റെ ജോലി, അവൻ്റെ പാർപ്പിടം അള്ളാഹു എല്ലാം അവനക്ക് കൊടുത്തനുഗ്രഹിക്കും. എൻ്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സൂറത്തു ശറഇനെ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം നീ ഓതിക്കഴിഞ്ഞാൽ എൻ്റെ സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി അള്ളാഹു നൽകും. മൂന്നാമതായിട്ട് ആരെങ്കിലും സുബ്ഹി നിസ്കാരത്തിന് ശേഷം വലത് കൈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് തടവിക്കൊണ്ട് സൂറത്തു ശറഇനെ പാരായണം ചെയ്താൽ, സൂറത്തു ശറഇനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ഏത് രൂപത്തിലാണോ അവൻ ഉണ്ടായിരുന്നത്, പ്രയാസത്തിലും ദുഃഖത്തിലും കടത്തിലും എല്ലാ പ്രയാസത്തിലും അവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം അല്ലാഹു നൽകും. അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്ത് ശറഇ. നീ എന്ത് പ്രയാസം അനുഭവിച്ച് നിൽക്കുകയാണെങ്കിലും, നീ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുകയാണെങ്കിലും, വലിയ കടത്തിലാണ്, ഇനി ആരും എനിക്ക് രക്ഷയില്ല, ഇനി ആരും എന്നെ സഹായിക്കാനില്ല, അല്ലാഹുവല്ലാതെ പടച്ചു തമ്പുരാനല്ലാതെ എനിക്കൊരു സഹായവും ആരുമില്ല. സുബ്ഹി നിസ്കാരത്തിന് ശേഷം വലത് കൈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് ഒന്ന് തടവിക്കൊണ്ട് സൂറത്തു ശറഇനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നീ ഏത് രീതിയിലാണോ ഉള്ളത്, സങ്കടത്തില്, ദുഃഖത്തില്, ഇടങ്ങേറില്, മുസീബത്തില്, എല്ലാം അള്ളാഹു ഇതിൻ്റെ ഓപ്പോസിറ്റ് അള്ളാഹു നൽകും. അപ്പം എന്ത് ചെയ്യും? അള്ളാഹു സന്തോഷം നൽകും, അള്ളാഹു വലിയ അഭിവൃദ്ധി നൽകും, അള്ളാഹു വലിയ സമ്പത്ത് നൽകും, അള്ളാഹു എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹു നിനക്ക് നൽകും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അള്ളാഹു നൽകും. ആരെങ്കിലും സൂറത്ത് ശറഇ എഴുതി കുടിച്ചാൽ, അറബി മഷിയിൽ എഴുതി സൂറത്ത് ശറഇനെ കുടിച്ചാൽ അവനക്ക് ലഭിക്കുന്നത് അവൻ്റെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കും. എന്ത് മാരകമായ രോഗങ്ങളുണ്ടെങ്കിലും അള്ളാഹു പരിപൂർണ ശിഫ അള്ളാഹു നൽകും. സൂറത്ത് ശറഇനെ എഴുതി കുടിച്ചാൽ
ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി എല്ലാവരും കഴിയൊഴിഞ്ഞു. എന്നാൽ സൂറത്ത് ശറഇനെ എഴുതി ഒരു നറക്കിൽ എഴുതി ഇൻഷാ അല്ലാഹ് വെള്ളത്തിലിട്ട് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫാ കൊടുക്കും. സങ്കടങ്ങളും ദുഃഖങ്ങളും പേടിയും അല്ലാഹു മാറ്റിക്കൊടുക്കും. സൂറത്ത് ശറഇനെ എഴുതി കുടിച്ചാൽ. ഇനി മക്കൾക്ക്, നമ്മളെ പൊന്നു മക്കൾക്ക് നല്ല അഖിലുണ്ടാവാൻ, നല്ല അദബുണ്ടാവാൻ, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാവാൻ, പരീക്ഷകളിൽ വിജയിക്കാൻ സൂറത്ത് ശറഇനെ മനഃപ്പാഠമാക്കിയാൽ മതി. സൂറത്ത് ശറഇനെ ഇങ്ങനെ ഓതിയാൽ അവർക്ക് നല്ല ബുദ്ധി, നല്ല അഖില്, അല്ലാഹു നല്ല പരീക്ഷയിലൊക്കെ വലിയ വിജയം അല്ലാഹു നൽകും. സൂറത്ത് ശറഇനെ മനഃപ്പാഠമാക്കിയാൽ. നമ്മളെ മക്കൾക്ക് പരീക്ഷയൊക്കെ അടുത്തു വരികയാണ്, പരീക്ഷകളൊക്കെ അടുത്തു വരികയാണ്. മദ്രസകളിലെ പരീക്ഷ, സ്കൂളിലെ പരീക്ഷ, എല്ലാ പരീക്ഷയും അടുത്തു വരികയാണ്. സൂറത്ത് ശറഇനെ മനഃപ്പാഠമാക്കിയാൽ അല്ലാഹു നല്ല അഖിലും നല്ല ഹിഫ്ളും അല്ലാഹു നൽകും. ഏഴാമതായി സൂറത്ത് ശറഅ് ആരെങ്കിലും പതിവാക്കിയാൽ അവന്റെ നെരുക്കങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. ആരെങ്കിലും സൂറത്ത് ശറഅ് പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ നെരുക്കങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. എല്ലാവിധ നെരുക്കങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. എട്ടാമതായിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എട്ടാമതായിട്ട് ആരെങ്കിലും സൂറത്ത് ശറഇനെ പാരായണം ചെയ്താൽ എട്ടാമതായിട്ട് അവനക്ക് കിട്ടുന്ന നേട്ടം, അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഒമ്പതാമതായിട്ട് ആരെങ്കിലും സുബ്ഹി നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം സൂറത്ത് ശറഇനെ പാരായണം ചെയ്താൽ അന്നത്തെ ദിവസത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ മുസീബത്തുകളും, എല്ലാ ബലാകളും അല്ലാഹു മാറ്റിക്കൊടുക്കും. അന്നത്തെ ദിവസത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിക്കൊടുക്കും. സുബ്ഹി നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം സൂറത്ത് ശറഇനെ പാരായണം ചെയ്താൽ. പത്താമതായിട്ട് സിഹ്റ്, കണ്ണേറ്, എല്ലാ നാക്കോര്, എല്ലാ പ്രയാസങ്ങളും, ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ മുക്തത അല്ലാഹു അവനക്ക് കൊടുക്കും. ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ അവനക്ക് അല്ലാഹു നൽകൂല. സൂറത്ത് ശറഇനെ എപ്പോഴും മനഃപ്പാഠമാക്കുന്ന, എപ്പോഴും സൂറത്ത് ശറഇനെ എപ്പോഴും പതിവാക്കുന്ന ആളുകൾക്ക് ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹു നൽകില്ല. 11ാമതായിട്ട് അവസാനമായി എണ്ണിയത്, രോഗി ഓതിയാൽ, ഏത് മാരകമായ രോഗി ഓതിയാലും, ഏത് വിധത്തിലുള്ള രോഗി ഓതിയാലും, മാരകമായ രോഗി ഓതിയാൽ ആ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കും. മാരകമായ രോഗത്തിൽ പിടിപെട്ട് കഴിയുന്ന ആര് സൂറത്ത് ശറഅ് ഓതിയാലും അല്ലാഹു അവനിക്ക് വലിയ ശിഫാ അല്ലാഹു നൽകും. ഇത്തരം 11 നേട്ടങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ശറഅ് ഓതിയാൽ അവനിക്ക് ലഭിക്കുന്നത്. ഒരിക്കലും എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഇത് ഒഴിവാക്കരുത്. എപ്പോഴും സൂറത്ത് ശറഇനെ പതിവാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന 11 തരം നേട്ടങ്ങളാണ്. 11 തരം നേട്ടങ്ങൾ ഇതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ജീവിതത്തിൽ പതിവാക്കുക. ചെറിയ സൂറത്താണ്, എല്ലാവർക്കും ഓതാൻ പറ്റിയ ചെറിയ സൂറത്താണ് സൂറത്ത് ശറഅ്. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു ഇനി ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ പതിവാക്കാനും ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതോടുകൂടി അല്ലാഹുവേ നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ്. സൂറത്ത് ശറഇദ ഈ രൂപത്തിൽ അല്ലാഹ് ഞങ്ങളിത് ഓതാൻ ഈ മജ്ലിസിൽ ഇരുന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. സൂറത്ത് ശറഇദ ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓതാൻ തയ്യാറായി അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്,
അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സൂറത്ത് ശറഈന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ പൈശാചികമായ ഉപദ്രവങ്ങളെ ഇതോടുകൂടി നീ ബാത്തിലാക്കണേ അല്ലാഹ്, നീ ബാത്തിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട് അല്ലാഹ്, ഈ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാഹ്. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബലാകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്, നീ കാവൽ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ല അല്ലാഹ്. വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാഹ്, ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാഹ്. ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാഹ്. അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. നീ വിജയം നീ നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്, ഇതിൻ്റെ ഹാദിമീങ്ങളുണ്ട് അല്ലാഹ്, ഇതിൻ്റെ സേവകരുണ്ട് അല്ലാഹ്, ഇതിൻ്റെ വാഹകരുണ്ട് അല്ലാഹ്, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്, ശർറിന്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്, നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ സ്നേഹിക്കുന്നത് ഇൽമിന്റെ മജ്ലിസാണ് അല്ലാഹ്, ഇൽമു പറയുന്ന വേദിയാണ് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്, നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്, രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാഹ്. നീയാണ് ശാഫി തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരം മൊത്തം നീ കൊയക്കല്ലേ അല്ലാഹ്. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട്,
ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ, അതിനുള്ള സമ്പത്തില്ല, ഭൂമിയിൽ കോട്ടേഴ്സിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി മടുത്തു തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട് അല്ലാ. ഹൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എന്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അല്ലാഹു എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ, സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് അല്ലാ. കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ, കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ട് അല്ലാ. നീ അവരെ ഉയർത്തണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. തനാസുൽ റെഡിയായിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല അല്ലാ. കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ, നീ പരിഹരിക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥകൾ നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ തമ്പുരാനെ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ് അല്ലാ. നീ അവരെ കാത്തോളണേ അല്ലാ, നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന് സങ്കടങ്ങൾ, നീറുന്ന പ്രയാസങ്ങൾ, വേവലാതികൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസം
പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്തേകണേ അല്ലാ, അവർക്ക് ബർക്കത്തേകണേ അല്ലാ. അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ അല്ലാ. അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവല് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണം അല്ലാ, അവരെ കബറിടം നിറാഹത്തിലാക്കണം അല്ലാ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാ, 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണം അല്ലാ. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ 2 ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിലതിരറ്റു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ, ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാ, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ.